രാജശേഖരൻ നായർ, ഒരു വിസ്മയമായിരുന്നു ഇന്നലെ യഥാർത്ഥത്തിൽ വിനേഷ് ഫോഗട്ട് എന്ന് പറയുന്നത്. 3 കളികളിൽ അനായാസ വിജയം നേടുകയാണ്. അൺബീറ്റബിൾ റെസ്റ്റ്ലർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സുസാക്കിയെ അട്ടിമറിച്ചുകൊണ്ടായിരുന്നല്ലോ വരവ്. ഈ 3 മത്സരങ്ങളിലും അവരുടെ ശരീരഭാരം 50 കിലോയിൽ താഴെ നിലനിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഏറ്റവും ഒടുവിൽ അവരുടെ ഇന്ന് രാവിലത്തെ പരിശോധനയ്ക്ക് മുമ്പ് അവരുടെ ശരീരഭാരം പരിശോധിച്ചപ്പോൾ 49 കിലോ 900 ഗ്രാം. എങ്ങനെയായിരുന്നു IOC അന്താരാഷ്ട്ര ഒളിമ്പിക് അസോസിയേഷൻ നൽകുന്നൊരു കണക്ക് അങ്ങനെയാണ് അവരുടെ ശരീരഭാരത്തെക്കുറിച്ച്. ഇതെന്തുകൊണ്ടാണ് ഒന്ന് ഇരട്ടി വെളുത്തപ്പോഴേക്കും ഇത്ര അയോഗ്യമാക്കപ്പെടുന്ന വിധത്തിൽ ഈ ശരീരഭാരം ഇരട്ടിക്കാനുള്ള ഒരു കാരണം എന്തായിരിക്കാം? ഇതിൻ്റെ ഒരു ശാസ്ത്രീയത എന്താണ്? സാധാരണ റെസ്ലേഴ്സിനെയൊക്കെ പ്ലേയിങ്ങിന് വിടുമ്പോൾ ഒരു മുന്നൊരുക്കമൊക്കെ നടത്തുന്ന ആളാണല്ലോ, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. നമ്മൾ ഉച്ചയോടുകൂടി വാർത്തകൾ ശ്രമിക്കുന്നത്. നമുക്ക് വളരെ പ്രതീക്ഷയുണ്ടായിരുന്നു. ഒന്നുകിൽ ഗോൾഡ് അല്ലെങ്കിൽ സിൽവർ, ഇത് നമുക്ക് എന്തായാലും ഉറപ്പായിരുന്നു. ഞങ്ങളെല്ലാം വലിയ അഭിമാനത്തോടു കൂടി, നമുക്ക് കായിക ലോകം വളരെ ശ്രദ്ധയോടുകൂടി വീക്ഷിക്കുന്ന എല്ലാവരും, നമുക്ക് റെസ്ലിംഗിലാണ് നമുക്ക് നേരത്തെ ബ്രോൺസ് ലഭിച്ചിട്ടുണ്ട്, സിൽവർ ലഭിച്ചിട്ടുണ്ട്. നേരത്തെ ഒരു വനിത സാക്ഷി മാലിക്കിൽ കൂടി നമുക്കൊരു ബ്രോൺസ് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു വനിത നമുക്ക് ഇന്ത്യയിൽ ഒരു സിൽവർ അല്ലെങ്കിൽ ഒരു ഗോൾഡ് മെഡൽ സമ്മാനിക്കും എന്നുള്ളത് നമുക്ക് വളരെ പ്രതീക്ഷ നൽകിയതാണ്. ഉച്ചയോടുകൂടി ഈ വാർത്തകൾ വന്നതോടുകൂടി നമ്മുടെ പ്രതീക്ഷയെല്ലാം മങ്ങലേൽപ്പിച്ചു. എന്തായാലും നമുക്ക് ഈ ശരീരഭാരം, ഓരോ കായിക താരത്തിൻ്റെ ശരീരഭാര നിർണ്ണയം വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അപ്പം നമുക്ക് ഈ കായിക മേഖലയിൽ നിൽക്കുന്ന നമുക്കറിയാം, നമ്മൾ ജില്ലാതല മത്സരം മുതൽ ജില്ലാതല സംസ്ഥാന ദേശീയ മത്സരങ്ങളിലെല്ലാം തന്നെ ആദ്യം നമ്മൾ നോക്കുന്നത് ആ വിഭാഗത്തിൽ മത്സരിക്കുന്ന കുട്ടിയുടെ ശരീരഭാരം കൃത്യമാണോ, ആ വിഭാഗത്തിൽ മത്സരിക്കാൻ ആ കുട്ടി യോഗ്യത നേടുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമ്മുടെ ജില്ലാ, സംസ്ഥാന, ദേശീയ, ഇൻ്റർനാഷണൽ മത്സരങ്ങളിലെല്ലാം തന്നെ പാലിക്കപ്പെടുന്ന ഒരു നിയമമാണ്. നമുക്ക് ശരീരഭാരം കൂടിയാൽ ഒരിക്കലും ആ വിഭാഗത്തിൽ മത്സരിക്കാൻ വേണ്ടി നമുക്ക് യോഗ്യത ഉണ്ടായിരിക്കുന്നതല്ല. അത് ഒരു നിയമം തന്നെയാണ്. അപ്പോൾ ആ നിയമം പാലിച്ചുകൊണ്ട് മാത്രമേ ഏതൊരു കായിക ഇനത്തിലായാലും ആ കായിക ഇനം മുന്നോട്ട് വയ്ക്കുന്ന നിയമങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ഗെയിമിൽ മുന്നോട്ട് പോകാൻ പറ്റും. ഇത് പ്രാഥമിക റൗണ്ടിൽ തന്നെ നമ്മൾ ശരീരഭാര നിർണ്ണയത്തിൽ തന്നെ നമ്മൾ പുറത്തായി എന്ന് പറയുമ്പോൾ വളരെ സങ്കടകരമാണ്. എന്തായാലും ആ കുട്ടി നമുക്കറിയാം, നേരത്തെ 2 ഒളിമ്പിക്സിലും പങ്കെടുത്ത കുട്ടിയാണ്. റിയോ ഒളിമ്പിക്സിൽ പങ്കെടുത്തു, കഴിഞ്ഞ ജപ്പാനിലെ ടോക്കിയോയിൽ നടന്ന ഒളിമ്പിക്സിൽ പങ്കെടുത്തു. അതിലൊന്നും മെഡൽ നമുക്ക് ലഭിച്ചില്ല. ഇപ്പോൾ നമുക്ക് വളരെ പ്രതീക്ഷയുണ്ടായിരുന്നു. നമുക്കിപ്പോൾ ലോക റാങ്കിങ്ങിൽ ഉണ്ടായിരുന്ന കുട്ടിയെ തന്നെ പരാജയപ്പെടുത്തി. കഴിഞ്ഞ ഒളിമ്പിക്സിൽ മെഡൽ നേടിയ കുട്ടിയെ ആണ് പരാജയപ്പെടുത്തിയത്. അപ്പോൾ എന്തായാലും നമുക്കൊരു മെഡൽ ഉറപ്പായിരുന്നു. നമുക്ക് ഗോൾഡ് അല്ലെങ്കിൽ സിൽവർ നമുക്ക് പ്രതീക്ഷയുണ്ടായിരുന്നതാണ്. നമുക്ക് ഈ വേയിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ശരീരഭാരം കൂടിയാൽ കുഴപ്പമില്ല. നമുക്ക് ആ ശരീരഭാര നിർണയ സമയത്ത് നമ്മുടെ ശരീരഭാരം ഏത് വിഭാഗത്തിലാണോ മത്സരിക്കുന്ന ആ ശരീരഭാരം കൃത്യമായി അവിടെ കാണിക്കേണ്ടതുണ്ട്. അത് കാണിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നമുക്ക് 100 ഗ്രാം കൂടിയാലും 10 ഗ്രാം കൂടിയാലും 1 കിലോ കൂടിയാലും നിയമമാണ്. 10 ഗ്രാം കൂടിയാൽ പോലും ഈ കുട്ടി അയോഗ്യത കൽപ്പിക്കപ്പെടും. ഈ കുട്ടിയെന്നല്ല, ഏത് കായിക താരമായാലും അയോഗ്യത കൽപ്പിക്കപ്പെടും. അതാണ് നിയമം. ശ്രീ രാജശേഖരൻ നായർ, പക്ഷേ ഈ നിയമങ്ങളൊന്നും അറിയാത്തവരല്ലല്ലോ അവരുടെ കൂടെ ഉണ്ടായിരുന്നത്. അവിടെ ഈ ടീമിൻ്റെ മൊത്തം ഒരു മാനേജ്മെൻ്റ് ഉണ്ട്, കോച്ചുണ്ട്, ഫിസിയോ ഉണ്ട്, അതുപോലെ ന്യൂട്രീഷനിസ്റ്റ് അടക്കമുള്ള ആളുകൾ, ഒരു താരത്തിന് വേണ്ട എല്ലാ സപ്പോർട്ടിംഗ് സ്റ്റാഫും അവിടെ ഉണ്ടല്ലോ. അവർക്ക് അറിയുമായിരുന്നില്ലേ ഇത്തരത്തിൽ രാവിലെ ഒരു പരിശോധന നടക്കാൻ പോകുകയാണ്? നിലവിലുള്ള ഭാരത്തിൽ നിന്നും ഭാരം 49.900 ഗ്രാം എന്നുള്ളത്, അതിൽ നിന്ന് ഒരു തരത്തിലുള്ളൊരു വ്യത്യാസം വരരുത് എന്നുള്ള കാര്യമൊക്കെ അവർക്കറിയാവുന്ന ആളുകളാണല്ലോ. പിന്നീട് എന്തുകൊണ്ട് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ഉദാസീനത ഈ സപ്പോർട്ടിംഗ് സ്റ്റാഫിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്ന് പറയാൻ കഴിയുമോ? തീർച്ചയായിട്ടും നമ്മൾക്കത് പരിശോധിക്കപ്പെടേണ്ടതാണ്. ഏത് വിഭാഗത്തിൽ മത്സരിക്കുന്നോ ആ വിഭാഗത്തിൽ മത്സരിക്കാൻ കുട്ടി യോഗ്യത നേടുക എന്നുള്ളതാണ് കൂടെ പോകുന്ന കോച്ചസിൻ്റെയും ബാക്കിയുള്ള സപ്പോർട്ടിംഗ് സ്റ്റാഫിൻ്റെ എല്ലാം ലക്ഷ്യം. നമ്മളെ കായിക താരവും അത് ബോധവാന്മാരായിരിക്കണം. ആ വിഭാഗത്തിൽ ഞാൻ മറങ്ങുമ്പോൾ എനിക്ക് ശരീരഭാരം കൃത്യമായിട്ട് അവിടെ കാണിക്കേണ്ടതുണ്ട്. അത് ആ കായിക താരവും ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. നമുക്കറിയാം, കഴിഞ്ഞ ഇൻ്റർനാഷണൽ മത്സരങ്ങളിലായി, ഇപ്പോൾ കോമൺവെൽത്ത് ഗെയിംസിലായാലും ഏഷ്യൻ ഗെയിംസിലായാലും ഈ കുട്ടി സ്വർണം നേടിയിട്ടുള്ള കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടിക്ക് ഒരു വിഭാഗത്തിൽ, നമ്മൾ മത്സരിക്കുന്ന വിഭാഗത്തിൽ മത്സരിക്കുമ്പോൾ ആദ്യം നമ്മൾ വെയിറ്റ് കൃത്യമായിട്ട് അവിടെ കാണിക്കണം എന്നുള്ളത് ആ കുട്ടിക്ക് ബോധ്യമുള്ളതാണ്. നമുക്കറിയാം, ഇപ്പോൾ ഇന്നലെ നമ്മുടെ വാർത്തകളിൽ നിന്ന് നമുക്ക് ശ്രദ്ധിക്കാൻ വേണ്ടി കഴിഞ്ഞത്, ഇന്നലെ നമ്മൾ ആ കുട്ടിയുടെ ശരീരഭാരം നോക്കുമ്പോൾ
52 കിലോ ഉണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ ഇന്നലെ മുതൽ ആ കുട്ടി 2 കിലോ കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള അശ്രാന്ത പരിശ്രമത്തിലായിരുന്നു. രാത്രി ഉറങ്ങിയിട്ടില്ല, സൈക്ലിംഗ് ആയിരുന്നു, വാക്കിംഗ് ആയിരുന്നു, നന്നായിട്ട് വാമപ്പ് ചെയ്തു. എന്നിട്ട് പോലും ഒരു കിലോയും 900 ഗ്രാമും മാത്രമേ കുറയ്ക്കാൻ വേണ്ടി കഴിഞ്ഞുള്ളൂ. ഒരു 100 ഗ്രാമും കൂടെ കുറച്ചിരുന്നുവെങ്കിൽ നമുക്ക് ഒരു മെഡൽ പ്രതീക്ഷിക്കാമായിരുന്നു. പക്ഷേ അത് നമ്മുടെ ഈ സപ്പോർട്ടിംഗ് സ്റ്റാഫെല്ലാം ഇതിനെക്കുറിച്ച് ബോധവാന്മാരാകേണ്ടതായിരുന്നു. ഓരോ മത്സരം കഴിയും തോറും നമുക്കറിയാം റെസ്ലിംഗ് ആണ്, 4 മിനിറ്റേ മത്സരമുള്ളൂ. ഓരോ മത്സരം കഴിയും തോറും നമ്മുടെ ശരീരം നന്നായിട്ട് വീക്കാവും. അപ്പോൾ അതൊക്കെ നമുക്ക് ന്യൂട്രീഷനൊക്കെ കൊടുക്കേണ്ടി വരും കുട്ടിക്ക്. അടുത്ത മത്സരത്തിലേക്ക് പോകുമ്പോൾ കുട്ടിക്ക് നല്ല ആരോഗ്യം ഉണ്ടെങ്കിൽ നമ്മൾ ഒരു ജില്ലയോ സംസ്ഥാനമോ ദേശീയ മത്സരത്തിലല്ല പങ്കെടുക്കുന്നത് എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. നല്ല ശാരീരിക അധ്വാനമുള്ളൊരു ഗെയിമാണ് റെസ്ലിംഗ്. അപ്പോൾ 4 മിനിറ്റ് ഗെയിമുള്ള 4 മിനിറ്റ് നമ്മൾ മാറ്റിൽ നിന്ന് നമ്മൾ എതിരാളികളോട് ഫൈറ്റ് ചെയ്യണമെങ്കിൽ അത്രയും നല്ല ആരോഗ്യമുള്ള ഒരു ഫയൽവാന് മാത്രമേ അത് കഴിയുകയുള്ളൂ. അപ്പോൾ അതിനുള്ള ആരോഗ്യം നമുക്ക് നിലനിർത്തേണ്ടതുണ്ട്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ മത്സരങ്ങളിൽ നന്നായിട്ട് ബൗട്ട് ചെയ്യുന്നതിന് വേണ്ടി ഈ കുട്ടിക്ക് ന്യൂട്രീഷനൊക്കെ കൊടുത്ത് കാണാം. അപ്പോൾ അത് ശരീരത്തിൻ്റെ ബോഡി വെയ്റ്റ് കൂടുന്നതിന് കാരണമായിട്ടുണ്ട്. മുൻകാലങ്ങളിൽ ഇപ്പോൾ കഴിഞ്ഞ ഒളിമ്പിക്സിലൊക്കെ പങ്കെടുത്തപ്പോഴും ഈ കുട്ടി 53 കിലോഗ്രാം വിഭാഗത്തിലാണ് മത്സരിച്ചിട്ടുള്ളത്. ഇപ്പോൾ 3 കിലോ കുറച്ചിട്ടാണ് ഇപ്പോൾ 50 കിലോയിൽ മത്സരിക്കുന്നത്. അപ്പോൾ അത് തന്നെ ശരീരത്തെ വല്ലാണ്ട് ബാധിക്കും. അപ്പോൾ ആരോഗ്യക്ഷമത അത് പ്രധാനപ്പെട്ട ഘടകമാണ്. പക്ഷേ ഇന്ന് നമുക്ക് 100 ഗ്രാമും കൂടെ കുറച്ച് കാണിച്ചിരുന്നുവെങ്കിൽ നമുക്ക് ഒരുപാട് റൂൾസ് ഉണ്ട്. മാറ്റിൽ കയറിയാൽ മാത്രം മതി മാറ്റിൽ കയറിയാൽ മാത്രം നമുക്ക് സിൽവർ കിട്ടേണ്ട ഒരു ഗെയിമായിരുന്നു. മാറ്റിൽ കയറി നമുക്ക് വാക്ക് ഓവർ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഇതിനകത്തൊരു നിയമമുണ്ട്. ആ വാക്ക് ഓവർ കൊടുത്താൽ പോലും നമുക്ക് ഇന്ത്യക്ക് സിൽവർ ലഭിക്കുമായിരുന്നു. എന്തോ നിർഭാഗ്യവശാൽ നമുക്ക് ഇങ്ങനെ സംഭവിച്ചു. അതെ, ആ നിർഭാഗ്യത്തെയാണ് നമ്മളിവിടെ ചോദ്യം ചെയ്യപ്പെടേണ്ടത്.